ഹലോ ഫ്രണ്ട്സ്. പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് നമ്മുടെ ജീവിത രീതികൾ, കേരളത്തിൻ്റെ ജീവിത രീതികളും അതുപോലെ തന്നെ ഇറ്റലിയിലെ ജീവിത രീതികളും തമ്മിൽ വളരെ വ്യത്യസ്തമായ ഒരു നിലവാരമാണ് പുലർത്തുന്നത്. കാരണം നമ്മുടെ ഭക്ഷണ രീതി തന്നെ ഏറ്റവും വലിയ ഉദാഹരണം. വളരെ കൂടുതൽ സ്പൈസസ് കൂട്ടിച്ചേർത്ത ഒരു കോമ്പിനേഷനാണ് നമ്മുടെ ഭക്ഷണം. ഉപ്പും മുളകും കുരുമുളകും അതുപോലെ തന്നെ ഇല്ലാത്ത എല്ലാ സ്പൈസസും ഇട്ടിട്ടുള്ള ഒരു കറിക്കൂട്ട്. അതുപോലെ തന്നെ ഭക്ഷണ രീതിയാണെങ്കിൽ നമ്മൾ കൂടുതലും കഴിക്കുന്നത് ഈ അരി ഭക്ഷണമാണ്, കാർബോഹൈഡ്രേറ്റ്. എന്നാൽ ഇറ്റലിയിലത്തെ ഭക്ഷണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതലും അവർ ഈ പാസ്തയ്ക്ക് ഉപയോഗിക്കുന്ന ഗോതമ്പ് വർഗത്തിൽപ്പെട്ട വസ്തുക്കൾ കൊണ്ടുള്ള ഭക്ഷണമാണ്. പിന്നെ അതുപോലെ തന്നെ അവർ കാര്യമായിട്ടുള്ള ഈ സ്പൈസസ് ഒന്നും ഇടില്ല. നമുക്ക് ആദ്യം വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇവരുടെ ഭക്ഷണ രീതിയൊന്നും നമുക്ക് തീരെ പിടിക്കില്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കാര്യമായിട്ട് ഉപ്പോ മുളകോ അതുപോലെ സ്പൈസസ് ഒന്നും ഇല്ലാത്തൊരു ഭക്ഷണ രീതിയാണ് ഇവരുടെ. പിന്നെ മറ്റൊന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്, നമ്മുടെ നാട്ടിലത്തെ ഭക്ഷണങ്ങൾ, പച്ചക്കറികളായാലും ഫ്രൂട്ട്സ് ആയാലും എത്രമാത്രം വിഷാംശം അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണ്. ഈ പച്ചക്കറി ആയാലും ഫ്രൂട്ട്സ് ആയാലും ഈ തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നൊക്കെ വരുന്ന സാധനങ്ങൾ മാസങ്ങളോളം കേടുകൂടാതിരിക്കാനായിട്ട് എന്താ പറയുക, വളരെ മാരകമായ വിഷാംശം അടിച്ചിട്ട് വരുന്ന ഭക്ഷണ പദാർത്ഥങ്ങളാണ് ഇവയൊക്കെ. അതിൻ്റെ ഫലമായിട്ട് നമ്മളുടെ ശരീരത്തിൽ അൾസർ, ക്യാൻസർ തുടങ്ങിയ പല രോഗങ്ങളും ഉണ്ടാക്കുന്ന പല ഘടകങ്ങളും ഈ കീടനാശിനിയിലുണ്ട്. ഇവിടുത്തെ ഭക്ഷണ രീതിയിൽ ഈ കീടനാശിനി എന്നൊക്കെ പറഞ്ഞാൽ അവർ വളരെ എന്താ പറയുക, ഫുഡ് ഒക്കെ വളരെ ടെസ്റ്റ് ചെയ്തിട്ടാണ് അവർ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്. ഫ്രൂട്ട്സ് ആയാലും പച്ചക്കറികളായാലും ഒക്കെ ഒരു വിഷാംശം, കീടനാശിനിയുടെ ഒരു അളവ് ഇതിലൊന്നും കാണാൻ നമുക്ക് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശരീരത്തിന് കാര്യമായ വയറിനൊന്നും പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ല. അത്രമാത്രം വളരെ ഹൈജീനിക് ആയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണ് ഇവിടെ. വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഈ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് വരുന്ന സാധനങ്ങളാണ്. പ്രത്യേകിച്ച് വിദേശങ്ങളിൽ നിന്ന് വരുന്നതൊക്കെ വളരെയധികം ടെസ്റ്റ് നടത്തിയതിന് ശേഷമാണ് നമ്മളുടെ ഇവിടുത്തെ മാർക്കറ്റുകളിൽ ലഭിക്കുക. പിന്നെ ഇവിടുത്തെ കാലാവസ്ഥക്കനുസരിച്ചുള്ള ഭക്ഷണ രീതിയാണ് ഇവർ പുലർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ എന്താ പറയുക, ശാരീരികമായിട്ടുള്ള ആ ഹെൽത്ത് അത് വളരെ നമുക്ക് ഊഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ആണ് ഇവരുടെ ആരോഗ്യം. 100 വയസ്സെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒന്നുമല്ല. ഇവിടെ ഒരു 90 വയസ്സെന്നൊക്കെ പറയുമ്പോഴാണ് ഇവിടുത്തെ എന്താ പറയുക മധ്യവയസ്സ് എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലാണെങ്കിൽ 50 വയസ്സായ നമ്മൾ മധ്യവയസ്കരായി. നമ്മളുടെ നാട്ടിൽ 40-നും 60-നും ഇടയിലാണ് കൂടുതലും മരണങ്ങൾ സംഭവിക്കുന്നത്. നമ്മുടെ ആരോഗ്യ ആയുസ് അത്രയേ ഉള്ളൂ. എന്നാൽ ഇവിടുത്തെ ആരോഗ്യ ആയുസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100 വയസ്സിന് മേലെയാണ്, 90-ന് മേലെയാണ് കൂടുതലും. 100 വയസ്സെന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്നല്ല ആരോഗ്യം. അത് ഇവിടുത്തെ ഈ ഭക്ഷണ രീതിയുടെ ഒരു പ്രത്യേകത എന്നാണ് ഇറ്റലിക്കാർ പറയുന്നത്. അതെനിക്ക് വളരെ വാസ്തവമായിട്ട് തോന്നിയിട്ടുണ്ട്. ഇവിടെയൊക്കെ വയസ്സായിട്ട് മരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വളരെ എന്താ പറയുക, കൂടുതലും രോഗങ്ങളാലൊന്നുമല്ല, അവരുടെ ആ വയസ്സിൻ്റെ ആ ഒരു ഇതുകൊണ്ടാണ് അവർ മിക്കവാറും മരിക്കുന്നത്. നമ്മുടെ നാട്ടിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രോഗങ്ങളുടെ ഒരു കലവറയാണ് നമ്മുടെ നാട്ടിലത്തെ മനുഷ്യർ.
ആ രോഗം ഈ രോഗം മറ്റു രോഗങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്താ പറയുക, രോഗം വന്നിട്ട് മരിക്കുക. ആ സമയത്ത് ഇവിടെ അങ്ങനെയല്ല. ഇവിടെ വാർദ്ധക്യ സഹജമായ ഒരു മരണമാണ് സംഭവിക്കുന്നത്. 95 വയസ്സിന് മേലൊക്കെ ആണെങ്കിൽ ഒരു രോഗമില്ലാണ്ട് അവർ വാർദ്ധക്യം കൊണ്ട് മരിക്കുന്ന, രോഗം വന്നിട്ട് മരിക്കുന്നതല്ല. അതുകൊണ്ടാണ് കൂടുതലും നമ്മൾ കേരളത്തിൽ മലയാളികൾക്കൊക്കെ ഇവിടെ ഈ വയസ്സായവരെ നോക്കുന്ന ജോലി കിട്ടാനുള്ളൊരു കാരണം അതാണ്. ഇവരുടെ ആയുർദൈർഘ്യം വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഇവിടെയുള്ളവരെ പരിചരിക്കാനായിട്ടുള്ള ജോലികളാണ് നമ്മൾ മലയാളികൾ കൂടുതലും ഇവിടെ ചെയ്യുന്നത്. ഓൾഡ് ഏജ് കെയർ ടേക്കേഴ്സായിട്ട്. നമ്മളിപ്പോൾ കാണുന്നത് കണ്ട ഒരു കോട്ടയാണ് ആ കുന്നിൻ്റെ മുകളിൽ. എനിക്ക് കോട്ടയുടെ പേരൊന്നും അറിയില്ല, പക്ഷേ ഇതൊരു കോട്ടയാണെന്നാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളത്. അതിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റും ഒരു കോട്ട. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മളുടെ ജീവിത രീതിയും ഇവിടുത്തെ ജീവിത രീതിയും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇവിടുത്തെ മനുഷ്യർ മരിക്കുന്നത് അവരുടെ ശാരീരികമായിട്ടുള്ള ആ വാർദ്ധക്യം കൊണ്ട് മരിക്കുന്ന, ഞാൻ പറഞ്ഞല്ലോ രോഗം കൊണ്ടല്ലാന്ന്. അപ്പോൾ ഒരു 95 വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഭക്ഷണം ഇല്ല, വെറും മെഡിസിൻ മാത്രമാണ്. അപ്പോൾ അവർ പറഞ്ഞത് മെഡിസിൻ മാത്രം, ഭക്ഷണം. ഞാൻ പലപ്പോഴും പല രോഗികളെ ഞാൻ ഈ പരിചരിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്, അവർക്ക് ഗ്ലൂക്കോസോ എന്തെങ്കിലുമൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവർ വീണ്ടും ജീവിക്കും, വർഷങ്ങളോളം ജീവിക്കും, വേറൊരു രോഗമില്ല അവർക്ക്. പക്ഷേ ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ സ്വസ്ഥമായിട്ട് മരിക്കാൻ അനുവദിക്കുക. ഗ്ലൂക്കോസൊക്കെ കൊടുത്തിട്ട് ഈ 95-100 വയസ്സിന് മേലെ അവർ ഇരുന്നിട്ട് പ്രത്യേകിച്ച് ഒരു ഗുണമൊന്നുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് സ്വസ്ഥമായിട്ട് മരിക്കാനുള്ളൊരു അവസരം ഉണ്ടാക്കി കൊടുക്കുക. അതാണ് അവർ ചെയ്യുന്നത്. എനിക്ക് പലപ്പോഴും അങ്ങനെ ഒരു കഷ്ടം തോന്നിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പക്ഷേ ഗ്ലൂക്കോസ് IV ഫ്ലൂയിഡ് കൊടുക്കുകയാണെങ്കിൽ ഇവർ വീണ്ടും കാലങ്ങളോളം ജീവിക്കും. പക്ഷെ എന്തിനവർ ജീവിക്കണം എന്നുള്ളൊരു ചോദ്യം അവരുടെ മുമ്പിലുണ്ട്. അപ്പം അതിന് ഒരു ഉത്തരം എനിക്കും കണ്ടെത്താൻ പറ്റിയിട്ടില്ല. 100-120 വയസ്സ് വരെ ജീവിച്ചിട്ട് എന്തിനാണ് ഇവർ ബെഡിൽ കിടന്നിട്ട് യാതൊരു കാര്യങ്ങളും ചെയ്യാൻ കഴിവില്ലാണ്ട് അവർ എല്ലാം പ്രാഥമിക കാര്യങ്ങളൊക്കെ അവർ ബെഡിൽ കിടന്നിട്ട് ചെയ്തിട്ട് ഈ മക്കൾക്ക് ഒരു ശല്യമായിട്ട് തീരുന്നത് എന്തിനാണ് എന്നാണ് മക്കളുടെ ഒരു ചോദ്യം. അവിടെ ഞാൻ എന്താ പറയുക, വാക്കുമുട്ടി പോകാറുണ്ട്. ശരിക്കും പറഞ്ഞൊരു ദയാവധം എന്ന് പറയില്ലേ, അതുപോലെയാണ് ആ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. എന്തായാലും നമ്മളുടെ മലയാളികൾക്ക് ഇവിടെ ഈ വയസ്സായ വൃദ്ധരെ നോക്കാനുള്ള ജോലിയാണ് കൂടുതലും ഇവിടെ നമുക്ക് കിട്ടുന്നത്. മറ്റു ജോലികളൊക്കെ കിട്ടൽ കുറവാണ്. അതുകൊണ്ട് കേരളത്തിലുള്ള ധാരാളം പേര് ഇവിടെ ഈ മേഖലയിൽ ജോലി ചെയ്യുന്നുമുണ്ട്. ഇപ്പോൾ നാം കാണുന്നൊരു കുന്നിൻ്റെ മുകളിലുള്ള വീടുകളൊക്കെ കണ്ട, കുന്നിൻ്റെ മുകളിലൊക്കെ കൂടുതൽ തണുപ്പ് അനുഭവപ്പെടുന്ന സ്ഥലങ്ങളാണ് താഴത്തുള്ളതിനെ അപേക്ഷിച്ച്. ഇത് മിലാസോ എന്ന് പറഞ്ഞ സ്ഥലമാണ്. നമുക്ക് അവിടെ കടൽ കാണാം, മനോഹരമായ കടലാണ്. അങ്ങകലെ കപ്പൽ പോകുന്നതൊക്കെ കാണാൻ സാധിക്കും. പക്ഷേ വീഡിയോയിൽ എത്രമാത്രം അത് കാണാൻ സാധിക്കുമെന്ന് എനിക്കറിയില്ല. നോക്കിയാൽ അങ്ങകലൊരു ചരക്ക് കപ്പലാന്ന് തോന്നുന്നു പോണത് കണ്ട. മനോഹരമായ ഒരു കടൽ തീരം. ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ ഇപ്പോൾ തണുപ്പ് സീസൺ ആയതുകൊണ്ടാണ് ഈ കടൽ തീരത്ത് ആളുകളില്ലാത്ത. അല്ലെങ്കിൽ ഈ ചൂടുകാലം ആയിരുന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തൊക്കെ പാർക്ക് ചെയ്യാൻ പോലും സ്ഥലമില്ലാത്ത അത്രയധികം വണ്ടികൾ വന്ന് നിറയും. എന്നിട്ട് കടൽ തീരത്ത് സൺ ബാത്തിങ്ങാണ് ഇവരുടെ ഒരു പ്രധാന വിനോദം. അപ്പോൾ 2 മാസം ഒക്കെ ഇവിടെ അവധിയാണെന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളെ കൊണ്ടും ഈ ചൂട് സമയമാകുമ്പോൾ
അപ്പോൾ അവർ അത് വളരെ ഭംഗിയായിട്ട് ആഘോഷിക്കുകയും ചെയ്യും. വസ്ത്രങ്ങളൊക്കെ കുറവായിരിക്കും ആ സമയത്ത്. അങ്ങനെ ഒരു ദോഷമുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ചൂടെന്ന് പറഞ്ഞാൽ ഇവർക്ക് സഹിക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. നമുക്കാണെങ്കിൽ ഈ 38 40 ഡിഗ്രി ചൂട് അനുഭവിച്ച് എന്താ പറയുക, തീയിൽ കുരുത്താണ് കേരളീയർ. അവർക്ക് ചൂടെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല. സത്യം ഇവിടെ ഇവർക്കൊരു 20 ഡിഗ്രിയിൽ മേലെ കഴിഞ്ഞാണെങ്കിൽ ഇവർക്ക് ചൂടായി. നമ്മുടെ നാട്ടിലത്തെ 35 എന്ന് പറഞ്ഞ പോലെയാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ബാക്കി വിശേഷങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. ഇപ്പം എൻ്റെ ജോലി സ്ഥലത്ത് അതായ വീട് എത്താറായി. അപ്പോൾ ഞാൻ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.